ഗണപതിയുടെ ചോദ്യങ്ങൾ. രവിയും ഗോപാലും ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഗോപാൽ ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കാറുള്ള വിദ്യാർത്ഥിയാണ്. അവന്റെ നേരം പോക്ക് ടെലിവിഷൻ കാണുന്നതും കളിക്കുന്നതും ചലച്ചിത്രം കാണുന്നതുമായിരുന്നു. എന്നാൽ രവി വളരെ ഉത്തരവാദിത്വമുള്ളവനായിരുന്നു. കളിക്കാതെ ടെലിവിഷൻ കാണാതെ തന്റെ അധിക സമയവും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിനായി ചിലവാക്കുമായിരുന്നു. താൻ ക്ലാസ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കണമെന്നും അതിനുവേണ്ടി തേങ്ങ ഉടയ്ക്കാമെന്നും നേർന്നുകൊണ്ടിരുന്നു. എന്നാൽ അവൻ ക്ലാസ്സിൽ 2-ാം സ്ഥാനത്തോ 3-ാം സ്ഥാനത്തോ മാത്രമേ എത്താറുണ്ടായിരുന്നുള്ളൂ. ഇത്തവണ അവന് 4-ാം സ്ഥാനമേ കിട്ടിയുള്ളൂ. രവിക്കൊന്നും മനസ്സിലായില്ല. ആരോടും സംസാരിക്കാതെ പള്ളിക്കൂടത്തിൽ നിന്ന് വീട്ടിലേക്ക് വന്ന അവൻ അമ്മയുടെ ചോദ്യത്തിന് പോലും മറുപടി പറയാതെ തന്റെ മുറിയിൽ കയറി ഇരിപ്പായി. പിന്നീട് അവൻ താൻ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗണപതി ഭഗവാന്റെ ചിത്രം എടുത്തുവെച്ച് ആ ചിത്രത്തിൽ നോക്കി മൗനമായിരുന്നു. പെട്ടെന്ന് ആരോ അവന്റെ പേര് പറഞ്ഞു വിളിക്കുന്നത് പോലെ അവന് തോന്നി. രവി, രവി. ആരത്? എന്താ ഇത്? അവന് വിശ്വസിക്കാനായില്ല. അവിടെ ഗണപതി ഭഗവാൻ നിൽക്കുന്നു. അതിശയം കൊണ്ടും ആനന്ദം കൊണ്ടും അവനൊന്നും സംസാരിക്കാനാവാതെ ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചു. എഴുന്നേൽക്കൂ രവി, എഴുന്നേൽക്കൂ. രവി എഴുന്നേറ്റ് നിന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു, കണ്ണുനീരൊഴുകിക്കൊണ്ടിരുന്നു. കരയുന്നത് നിർത്തിയിട്ട് എന്നെ നോക്കൂ. എന്തിനാ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയുന്നത്? ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ എത്രയോ പ്രാർത്ഥിച്ചതല്ലേ. എന്നാലും ഈ പരീക്ഷയിൽ എനിക്ക് 4-ാം സ്ഥാനമല്ലേ കിട്ടിയുള്ളൂ. പിന്നെ എന്റെ മനസ്സ് വേദനിക്കാതിരിക്കുമോ? ശരി, ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. അതിനുള്ള ഉത്തരം പറയണം. പിന്നീട് എന്തുകൊണ്ടാണ് നിനക്ക് 4-ാം സ്ഥാനം കിട്ടിയതെന്ന് മനസ്സിലാവും. ശരി. പരീക്ഷാ ദിവസങ്ങളിൽ നീ രാവിലെ എത്ര മണിക്കാണ് ഉണർന്നത്? 4 മണിക്ക് ഉണർന്നു. ശരി, ഉണർന്നിട്ട് എത്ര പാഠങ്ങൾ എത്ര പ്രാവശ്യം പഠിച്ചു? രവി മിണ്ടാതെ നിന്നു. വൈകുന്നേരം വീട്ടിലെത്തിയ ശേഷം എന്താണ് ചെയ്തത്? ഭഗവാന്റെ ചിത്രം എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നീട് അങ്ങയുടെ അമ്പലത്തിലേക്ക് വന്ന് 2 മണിക്കൂറിലുമുപരി പ്രാർത്ഥിച്ച് വഴിപാട് നടത്തി. വൈകുന്നേരം മുതൽ രാത്രി വരെ എത്ര മണിക്കൂർ നീ പഠിച്ചു? അരമണിക്കൂറേ പഠിച്ചു കാണൂ. ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിച്ചു തന്നപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ചിരുന്നോ? ഒന്നും ശരിയായി ശ്രദ്ധിക്കാതിരുന്നതോർത്തപ്പോൾ രവി ശാന്തനായി നിന്നു. എത്ര തവണ നീ ലൈബ്രറിയിലേക്ക് പോയി? 1 തവണ പോലും പോയിട്ടേ ഇല്ല എന്നുള്ളത് അപ്പോഴാണ് അവൻ ഓർമ്മിച്ചത്. അപ്പോൾ പഠിക്കാനുള്ള യാതൊരു പരിശ്രമവും ചെയ്യാതെ എന്നെ തൊഴുന്നതിന് മാത്രം അധികം സമയം നീ ചെലവാക്കിയിരിക്കുന്നു, അങ്ങനെയല്ലേ രവി? രവിക്ക് ആ ചോദ്യത്തിന് ഇല്ലെന്ന് തലയാട്ടാനേ കഴിഞ്ഞുള്ളൂ. അങ്ങയെ തൊഴുതാൽ നന്നായി പഠിത്തം വരുമെന്ന് എല്ലാരും പറയുന്നുണ്ടല്ലോ, നന്മകൾ ഉണ്ടാവെന്ന് പറയുന്നല്ലോ. സത്യമാണ്, എന്നെ വന്ദിക്കുന്നവർക്ക് നന്മകൾ കിട്ടും. അതുകൊണ്ടാണ് പരീക്ഷാ സമയത്ത് നിനക്ക് നല്ല ആരോഗ്യവും ഓർമ്മശക്തിയുമെല്ലാം ഞാൻ അരുളിയത്. എന്നാൽ നീ എന്താണ് ചെയ്തത്? നീ സ്വയമായി അല്പം പോലും പരിശ്രമിക്കാതെ എന്നെ പ്രാർത്ഥിക്കുവാൻ മാത്രം സമയം ചെലവാക്കി. ഒരു കാര്യം നീ മനസ്സിലാക്കേണ്ടതാണ് രവി. ഏതൊരുവൻ തന്റെ സ്വന്തം പരിശ്രമത്താൽ തന്റെ കുടുംബത്തിന്റെ മുന്നേറ്റത്തിനായി അധ്വാനിക്കുന്നുവോ അവനെ ദൈവം സഹായിക്കും എന്ന് പറയാറില്ലേ? ഇത് നീ മറന്നുപോയോ രവി? താൻ പാതി ദൈവം പാതി എന്ന് നീ കേട്ടിട്ടില്ലേ? നിന്നിൽ വിശ്വാസം അർപ്പിച്ച് നിന്റെ സ്വന്തം പരിശ്രമത്തെ ഉപയോഗിച്ച് കൂടുതൽ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നീ എളുപ്പത്തിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയേനെ. നിന്റെ കൂട്ടുകാരൻ ഗോപാലിനെ തോൽപ്പിച്ചിരുന്നേനെ. എന്നാൽ ഇത് ചെയ്യാൻ നീ മറന്നുപോയി. അതുകൊണ്ടാണ് ഇത്തവണ 4-ാം സ്ഥാനത്തേക്ക് പോയത്. മറ്റൊരു കാര്യം, നിന്റെ അധ്വാനവും പരിശ്രമവുമാണ് എനിക്ക് വളരെ ഇഷ്ടം. അല്ലാതെ നീ എനിക്ക് തരാമെന്ന് പറഞ്ഞ തേങ്ങയോ വാഴപ്പഴമോ അല്ല. ദൈവത്തോട് ഒരിക്കലും വിലപേശാൻ പാടില്ല, അറിയാമോ? ഇനി മുതൽ ഞാൻ പറഞ്ഞത് ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ച് അതിൻ പ്രകാരം പ്രവർത്തിച്ചാൽ ഇനിയുള്ള പരീക്ഷകളിൽ എല്ലാത്തിനും നീ 1-ാം സ്ഥാനത്തെത്തും. മനസ്സിലായോ? എന്ന് ഭഗവാൻ അരുളി ചെയ്തു. മനസ്സിലായി ഭഗവാനെ. ഇനി അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കും ഗണപതി ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് രവി വേഗം കണ്ണു തുറന്നു നോക്കി. പക്ഷെ അവിടെ ഗണപതി ഭഗവാനെ കണ്ടില്ല. അവൻ വെച്ചിരുന്ന പുസ്തകവും ഗണപതി ഭഗവാന്റെ ചിത്രവും വെവ്വേറെയായി താഴെ വീണ് കിടന്നിരുന്നു. ഗണപതി ഭഗവാന്റെ ചിത്രം ഒരിടത്തെടുത്തു വെച്ചിട്ട് മെല്ലെ തന്റെ പുസ്തകം എടുത്ത് അവൻ പഠിക്കാൻ ആരംഭിച്ചു. ഇപ്പോൾ അവന്റെ കണ്ണിലെ കണ്ണുനീർ തുള്ളികൾ വറ്റിപ്പോയിരുന്നു. നല്ല സന്തോഷവാനായി കാണപ്പെട്ടു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ചിത്രത്തിലെ ഗണപതി ഭഗവാൻ മൗനമായി ചിരിച്ചുകൊണ്ടിരുന്നു.